അല്ല സാറേ, അപ്പൊ കാശ് പോലീസുകാരനോടാണോ നീ കാശ് ചോദിക്കുന്നത്? എന്താ പോലീസുകാരൻ കയറി പെട്രോൾ ചെയ്താവൂലേ? മര്യാദക്ക് കാശ് എന്നിട്ട് പോണം. ഓസറി എന്റെ അടുത്ത് നടക്കത്തില്ല. നോക്കണ്ട, തലയിൽ തൊപ്പി വെച്ച അങ്ങനെയാ. ശരിയാ സാറേ, തൊപ്പി തല വെച്ച എങ്ങനെയാ? എന്നാ സാറേ, ഇതും കാക്കി ഇതും കാക്കി, പക്ഷെ കുറച്ചൊരു അന്തസ് ഈ കാക്കിക്ക് തന്നെ. പോലീസ് ശരിക്കും ജനങ്ങളുടെ കൂടെയാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരാണോ എന്ന് നമുക്ക് പരിശോധിച്ചേക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ പോലീസിനെ എപ്പോഴും എതിർപക്ഷത്ത് കാണുന്നത്? ഇവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഇവരുടെ ഗവേണൻസ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു പോലീസ് സ്റ്റേഷനിൽ എത്ര ആളുകൾക്ക് പേടിയില്ലാതെ പോകാൻ പറ്റും? ഇനി നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇവർ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കും. ഇവരുടെ ആകെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്തരം ആക്ടിവിറ്റീസ് ആണ് ഇവർ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഓക്കെ ഞങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്, ഞങ്ങൾ വിചാരിച്ച ആരെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബം തകർക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഓരോ ആളുകളും ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊരു ഓപ്ഷൻ കൊണ്ട് ജനങ്ങൾ തിരിച്ചടിക്കും. പക്ഷെ ഇതിലും ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട് അരാഷ്ട്രീയതയിലേക്ക് പോകും. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയെങ്കിലും ഈ സേനയിലും ഈ ഫോഴ്സിലും ഈ ഗവേണൻസിലും കുറച്ചെങ്കിലും വിവരമുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് കൊണ്ടുവരേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ഒരു പോലീസുകാരൻ എങ്ങനെ പെരുമാറണം എന്നത് പോലീസുകാരന് പോലും മര്യാദയ്ക്ക് അറിയാത്തൊരവസ്ഥയാണ്. പിന്നെ പോലീസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ സംസാരിക്കുന്നത് നമുക്കറിയാം, അവരൊക്കെ ഏത് രീതിയിലാണ് സാർ എന്ന് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലീസുകാരെ നമുക്കറിയാം പുറം രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പോലീസ് ഫോഴ്സ് ഓൺലി. ഇതേപോലെ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അധികാരത്തിന്റെ ഒരു കറവ്, അല്ലെങ്കിൽ ഞാൻ ഈ യൂണിഫോം ഇടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ ചെയറിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തോ ആണ്, എനിക്ക് ഇവരെ പലതും ചെയ്യാം, ഞാൻ ഇവന്മാരെ പലതും ചെയ്യും എന്ന് അവസാനമായിട്ട് പറയാനുള്ളത്, എന്തുകൊണ്ട് നമ്മുടെ നാട് എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ എന്തുകൊണ്ട് നമ്മുടെ നാട് വിട്ടുപോകുന്നു? ഇതിനുള്ള ആൻസേഴ്സ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ ആ ബോധം നമുക്കും വേണം, നമ്മുടെ സിസ്റ്റത്തിന് വേണം. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ അപരിഷ്കൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അടപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറും. വികസനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് റോഡുകളും ഒരുപാട് പാലങ്ങളും ഒരുപാട് ബിൽഡിങ്ങുകളും മാത്രമല്ല. വികസനം എന്ന് പറയുന്നത് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴും ആളുകളുടെ സിവിക് സെൻസ് വർദ്ധിക്കുമ്പോഴും ജനങ്ങളുടെയും ബ്യൂറോക്രാറ്റ്സിന്റെയും തമ്മിലുള്ള അകൽച്ച കുറയുമ്പോഴും അതുപോലെ പെരുമാറ്റം നന്നാവുമ്പോഴും മാത്രമാണ് ഒരു രാജ്യം പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലോകം പുരോഗതിയിലേക്ക്